അപ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് തുണി മാറി നമ്മൾ ഇറങ്ങി. നമ്മളെങ്ങോട്ട് കേവിൻ്റെ കാര്യം പറഞ്ഞ ഒരു കേവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതായിരുന്നു കാപ്രിക്കോൺ കേവ്സ് എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഗുഹയിലേക്ക് പോണത്. ആവും എന്തായാലും പോയി നോക്കാം. നിങ്ങൾ ഗ്ലാഡ്സ്റ്റൺ വിട്ടിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി 15 മിനിറ്റായി. ഒരു 1.5 മണിക്കൂറുണ്ട് കേവിലേക്കുള്ള ഡ്രൈവ്. നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. ഓക്കെ. ഇതൊരു കൊടും കാണാണല്ലോ കർത്താവേ. Almost like 300 bogies. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രെയിനാണ്. ട്രെയിൻ ഞാൻ ആദ്യം വിചാരിച്ചത് വളരെ ചെറിയ ട്രെയിൻ ആയിരിക്കുന്നു. അല്ല, തലയിലും വാലിലും നമുക്ക് എഞ്ചിനുണ്ട്. ഏതാണ്ട് 300ഓളം ബോഗി കോളുമായിട്ട് പോകുന്ന ട്രെയിനാണ് നമ്മൾ കണ്ടത്. 300 ബോഗി ഉണ്ട്. ഇപ്പം ഈ പവർ പ്ലാന്റിലേക്കും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന അദാനിക്ക് ഇവിടെ 5 കോൾ പ്ലാന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് 3 ഓപ്പറേഷനിൽ. അപ്പോൾ ബാക്കി 2 നാട്ടുകാർ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവിടുന്ന് കോള് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന റെയിൽ പാളങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എൻ്റെ പൊന്നേ. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു മനുഷ്യനോ ഒരു മാഞ്ചാടിയോ ഇതിൻ്റെ ഈ പ്രദേശത്തില്ല. ഒറ്റ മനുഷ്യനില്ല. ഞാനിപ്പോൾ ഒരു 10 കിലോമീറ്റർ ആയിട്ടൊരു വീട് കണ്ടിട്ടുണ്ട്. വണ്ടി പോകുന്ന സ്പീഡ് 100 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ കാപ്രിക്കോൺ കേവ്സ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാപ്രിക്കോൺ കേവ്സ് ഇരിക്കുന്നത് റോക്ക്ഹാംപ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും 1.5 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്താലാണ് ഈ കാപ്രിക്കോൺ കേവ്സിലെത്തുള്ളൂ. ഈ കാപ്രിക്കോൺ കേവ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വാർ 2 അതൊരു ഹോസ്പിറ്റലായിട്ട് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണല്ലോ, കാണേണ്ട പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഒന്ന് പോയി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് മാക്ഡൊണാൾഡ്സിലൊന്ന് ചവിട്ടി. ഇവിടെ റോക്ക്ഹാംപ്റ്റണിൽ മാക്ഡൊണാൾഡ്സിൽ വന്ന് ഒരു കോഫിയെ കുടിച്ചിട്ട് പതുക്കെ ഒന്ന് റിഫ്രഷ്മെന്റ് ആയിട്ട് അങ്ങ് പോവാം. ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 20-30 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെല്ലും നമ്മളൊരു കോഫി കുടിച്ചിട്ട് നമുക്കിനി കേവ്സിലേക്ക് പോവാം. ശരി. അപ്പോൾ നമ്മളങ്ങനെ കേവ്സിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ടൗൺഷിപ്പ് പോലെയുണ്ട്. അവിടെ ഇങ്ങനെ പബ്ബും ബാറും ഒക്കെ ഉണ്ട്. അങ്ങോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇതൊരു പഴയ കാലത്തൊരു ടൗണാണ്. ഒരുപാട് പഴയ വീടുകളും ഒക്കെയാണ്. എന്നാൽ പുതിയ വീടുകളും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാപ്രിക്കോൺ കേവ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വേൾഡ് വാറിൽ ഓസ്ട്രേലിയ വേൾഡ് വാറിൽ പങ്കെടുത്തപ്പോൾ ഈ ഭാഗത്തുണ്ടായ പരിക്കേറ്റ ആൾക്കാരെ മൊത്തം ചികിത്സിക്കാനായിട്ട് ഈ കേവ്സിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെ ഒരു ആശുപത്രിയായിട്ട്, ഒരു ടെമ്പററി ആശുപത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കേവ്. അപ്പോൾ അത് കാരണം ഇവിടെ ഒരു മിലിറ്ററി ബേസും ഉണ്ട്. ഇത് ഈ കാപ്രിക്കോൺ കേവ് എന്ന് പറയുന്നത് റോക്ക്ഹാംപ്റ്റൺ ടൗണിൽ നിന്ന് ഒരു 25-30 കിലോമീറ്റർ അടുത്താണ് ഈ കേവ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു മിലിറ്ററി ബേസും ഓസ്ട്രേലിയക്ക് ഇപ്പോഴും ഉണ്ട്. എന്തായാലും നമ്മൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. ഒരു 2 മിനിറ്റിനകം എത്തും. അങ്ങനെ നമ്മൾ കാപ്രിക്കോൺ കേവ്സിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇനി അങ്ങ് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമ്മൾ പല ടൈമിങ് നമുക്ക് ചൂസ് ചെയ്യാം. 12:30, 1 മണി, 1:30, 2 അങ്ങനെ അരമണിക്കൂർ ഗ്യാപ്പിലുള്ള ടൂറിങ് അവിടെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം നമ്മൾ എന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടുള്ള സെഷൻ അല്ലെങ്കിൽ രാവിലത്തെ സെഷൻ തന്നെ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ കേവ്സ് കണ്ടിറങ്ങുമ്പോൾ വളരെ ക്ഷീണം നമുക്ക് തോന്നും. ഒരു അഡൽറ്റിന് 37-50
അവർ ചാർജ് ചെയ്യുന്നത്. കിഡ്സിന് തീരെ ചെറിയ 5 വയസ്സിൽ താഴെയുള്ള മേളിലുള്ള കിഡ്സിന് അവർ $20 അതാണ് അവർ ചാർജ് ചെയ്യുന്നത്. ആദ്യം കഴിഞ്ഞൊരു ബ്രീഫിംഗ് ഒക്കെ തന്നു, കേവിൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ, അനുസരിക്കേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ കയറുകയാണ്. കേവിലോട്ട് കയറുന്നതിൻ്റെ നമ്മളിപ്പോൾ കേവിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അത് ഫുള്ള് ഫെൻസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഈ കിഴക്കാന്തൂക്കായിട്ട് നിൽക്കുന്ന ഈ പാറയാണ് കേവിൻ്റെ തുടക്കം. ഈ ചൈനക്കാരൻ എന്താ കുഞ്ഞു നോക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ പാമ്പോ വഴുതാരി ഏതാണ്ട് അവിടെ കിടക്കുന്നുണ്ട്, ഞാനൊന്നും കണ്ടില്ല. ഏതായാലും നമ്മൾ നടന്ന് നീങ്ങുവാണ് മുന്നിലോട്ട് നടന്ന് നീങ്ങുമ്പം ഈ പാറയ്ക്കൊക്കെ ഏതാണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുണ്ടെന്നാണ് നമ്മുടെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഈ വെട്ടലിൻ്റെ ഇടയിലൂടെ കംപ്ലീറ്റ് വേരിറങ്ങിയിട്ട് അടിയിലുള്ള മണ്ണും മണലും ഒലിച്ചു പോയി. അങ്ങനെയാണ് ഈ കേവ്സ് രൂപാന്തരപ്പെട്ടതെന്നാണ് നമ്മളോട് ഗൈഡ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഗ്രേറ്റ് ബാരിയർ റീഫിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഭാഗത്തുള്ള ഈ നാരോ ആയിട്ടുള്ള ഈ സ്റ്റെപ്പിൽ കൂടെയാണ് താഴത്തേക്ക് നമ്മൾ ഇറങ്ങേണ്ടത്. കേവിൻ്റെ അകത്തേക്ക് പോവുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സമതലത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം മേളിൽ നിന്ന് വെള്ളമൊക്കെ ഒലിച്ചു വന്നിരിക്കുന്ന ആ ഭാഗമൊക്കെ അതേപോലെ തന്നെ അവർ കീപ്പ് ചെയ്തേക്കുവാണ്. ആ തുളയിലൂടെയാണ് വെള്ളം ഒലിച്ചു വന്നുകൊണ്ടിരുന്നത്. നേരത്തെ ഇവിടെ വവ്വാലുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ഇവിടെ പഴയ ഓസ്ട്രേലിയയുടെ ഒറിജിനൽ ലാൻഡ് ഓണേഴ്സായ ട്രാൻസ് ഐലൻഡേഴ്സും അതേപോലെ തന്നെ അബോർജിൻസും താമസിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാര്യം അവരുടെ ചില ചിത്രപ്പണികളൊക്കെ നമുക്ക് ഭിത്തിയിൽ ഒക്കെ കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ വിചിത്രമായ ഭിത്തികളോട് കൂടിയ ചില ലൈം സ്റ്റോൺസിൻ്റെയൊക്കെ പ്രസൻസ് ഉള്ള സാധനങ്ങൾ ഒഴുകി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എല്ലാം ലൈറ്റുകൾ, നമുക്ക് നടക്കാൻ പാകത്തിന് അവർ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇത് വേൾഡ് വാറിൽ ആശുപത്രിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. കാര്യം ഈ സോൾജേഴ്സിനൊക്കെ ഒളിച്ച് താമസിച്ച് ചികിത്സിക്കാനായിട്ടുള്ള സൗകര്യം കേവ്സിൽ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിട്ട് ഏതാനും വർഷങ്ങളാണ് ആയിട്ടുള്ളൂ. പക്ഷേ യാതൊരു രൂപമാറ്റവും വരുത്താതെ വളരെ വൃത്തിയായിട്ട് അവർ അത് കീപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഒരു തുറന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. തുറന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഈ ഇങ്ങനെ ആ ആർച്ചൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ നമ്മളെ തലയിടിക്കും. ഈ തുറന്ന സ്ഥലത്ത് വരുമ്പോൾ കുറച്ച് സൂര്യപ്രകാശം നമുക്ക് കിട്ടും. മുകളിലേക്ക് നോക്കുമ്പോൾ കിഴക്കാന്തൂക്കായിട്ടുള്ള പാറകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല, ഭയങ്കര വലിയ പാറകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. അവർ നന്നായിട്ട് ഈ കേവ്സിൻ്റെ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ ഇവിടെ വളരെ വീതി കുറഞ്ഞ ഈ ഒരു വുഡൻ റാക്കിലൂടെ നമ്മൾ നടന്ന് നീങ്ങി. എപ്പോഴും നമ്മുടെ അടുത്ത് ഗൈഡ് പറയുന്നുണ്ടായിരുന്നു, നമ്മളുടെ തല ശ്രദ്ധിക്കണം, സൈഡിലുള്ള ഓരങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും അതിനകത്ത് തൊടാനോ അതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാനോ അവർ ഒട്ടും എൻ്റർടൈൻ ചെയ്യുന്നില്ല. കാര്യം അതൊക്കെ ഈവൻ നമ്മൾ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് നടക്കാൻ പാകത്തിന് മാത്രമുള്ള ലൈറ്റുകളാണ് ഇടുകയുള്ളൂ. ഗസ്റ്റുകൾ നീങ്ങി കഴിയുമ്പോൾ അവരപ്പം തന്നെ റിമോട്ടിൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാര്യം അവിടെയുള്ള ജീവജാലങ്ങൾക്കൊന്നും ഒരു രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വളരെ സൂക്ഷ്മജീവികളുണ്ട്, അതേപോലെ തന്നെ പല ടൈപ്പ് പ്രാണികളുണ്ട് അതിൻ്റെ അകത്ത്, വളരെ ചെറിയ കിളികളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ലൈറ്റൊക്കെ വളരെ നമുക്ക് നടന്ന് അതായത് തട്ടി വീഴാൻ പറ്റാത്ത രീതിയിൽ നടന്ന് നീങ്ങാൻ പാകത്തിനുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് എന്നെ അതിശയിപ്പിച്ചൊരു കാഴ്ച ഞാൻ കണ്ടത്. ഇത്രയും അകത്ത് വെട്ടം പോലും കയറാൻ പാടില്ലാത്ത സ്ഥലത്തുള്ള കേവാണ്. ഇപ്പം ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും കാണാൻ പറ്റില്ല, അത്രമാത്രം ഇരുട്ടാണ്. ഇവരിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നടന്നു വന്നപ്പോൾ പെട്ടെന്ന് എന്നെ ആകർഷിച്ചൊരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേവിൻ്റെ നടുക്ക് ഒരു ചാപ്പൽ ഇവിടെ സെറ്റ് ചെയ്തേക്കുവാണ്. ലൈറ്റിൻ്റെ അഭാവം കൊണ്ടാണ്, നിങ്ങൾക്ക് എന്നാലും ഏകദേശം
സീറ്റുകളൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഇതേ പള്ളിയിലുള്ള പോലെ എല്ലാ സീറ്റുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അൽത്താര. അൽത്താരയിലിൻ്റെ മേളിലേക്ക് 3 മെഴുതിരിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ സൈഡിലേക്ക് വേറൊരു സ്റ്റെപ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ കൂടെയൊക്കെ മെഴുതിരിയുടെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഒന്ന് ഞെട്ടിച്ചൊരു സംഭവമാണ്. ഗൈഡ് പറഞ്ഞേ തന്നില്ല, ഒരു സൂചന പോലും തന്നില്ല. പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ എല്ലാ യാത്രക്കാരും ഞെട്ടിപ്പോയി. That's nice. Nothing here to die. This is where the bats live, but they're not here to die. അപ്പോൾ ഗൈസ്, കേവിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുറച്ച് വെട്ടമുള്ളൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. പണ്ടത്തെ അബോറിജിനീസും ഇവിടുത്തെ ട്രാൻസ് ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നതാണെന്നാണ് ഇവർ പറയണത്. ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഇവിടെ മനുഷ്യൻ താമസിച്ചിട്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുറേ മാനുസ്ക്രിപ്റ്റ്സ് എല്ലാം ഇങ്ങനെ ബോളയിൽ കുത്തി വെച്ചിട്ടുണ്ട്. അത് ഇരുട്ടായത് കാരണം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. ബട്ട് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസാണ്. ആരെങ്കിലും ഈ വഴിക്കടെ റോക്ക്ഹാംപ്റ്റൺ വഴിക്ക് അടുത്തേക്കടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഇതൊന്ന് കാണണം. ഒരു ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു 1 hour, ഹാഫ് ആൻ അവർ ഡൈവേർട്ട് ചെയ്ത് ഓടിച്ചിട്ട് ഒരു 1 hour നമുക്ക് ഈ കേവിൽ സ്പെൻഡ് ചെയ്താൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഓസ്ട്രേലിയയുടെ ഒരു എന്താ പറയുക, ഒരു ഔട്ട് ബാക്ക് അല്ലെങ്കിൽ ആ പഴയ ഐലൻഡൻസിൻ്റെയും ട്രാൻസ് ഐലൻഡൻസിൻ്റെയും ഒരു കൾച്ചറൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഞാനത് മുഴുവൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും വലിയ ബാഗ് എടുത്തിട്ട് പോകരുത്. വളരെ സ്ക്യൂസി ആയിട്ടുള്ളൊരു ടണ്ണലിൻ്റെ ഒരു ഭാഗത്തൂടെ നമ്മൾ പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് കുറച്ച് പേടിയാവുകയും ചെയ്യും. കുറച്ച് സ്ക്യൂസി ആയിട്ടാണ് നമ്മൾ കിടന്നു പോകണേ. കറക്റ്റ് ഒരാൾക്ക് കിടന്നു പോകാനുള്ള സ്ഥലമുള്ളൂ. അത് ഇരുട്ടായതുകൊണ്ട് ക്യാമറ കിട്ടുന്നില്ല. Shall I start? Ups. Yeah. താഴത്തേക്ക് നോക്കല്ലേ, താഴത്തേക്ക് നോക്കിയാ തീർന്ന്. It's looks like that. ഗൈസ്, നമ്മൾ ഒരു നൂൽപ്പാലത്തിലൂടെ കയറുന്ന, ബൈബിളിൽ പറഞ്ഞ നൂൽപ്പാലമല്ല, നൂൽപ്പാലം 1-2 ഉണ്ട്. ചെറുതായിട്ട് ഹൈറ്റ് ഭയമുള്ളവർക്കൊക്കെ ചെറിയ ചലഞ്ചിങ് ആയിരിക്കും. നല്ല രസമുള്ള കാര്യമാണ്. എന്തായാലും പോയി നോക്കാം. അങ്ങനെ നൂൽപ്പാലം കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് കിടത്തി വിട്ടു. പിന്നെ നമ്മൾ കാനന പാതയിലൂടെ നടന്ന് നമ്മൾ വീണ്ടും കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മളുടെ 1ാമത്തെ ദിവസം 2ാമത്തെ ദിവസം നിങ്ങൾ കണ്ടു. നമ്മളിനി ഇന്ന് പോകാൻ പോകുന്നത് മെക്കൈ എയർലി ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ
ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയോ ലൈക്ക് ചെയ്യാതെയോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാതെയോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് ചെയ്യുന്നേ, ചുമ്മാ അടിപൊളിയാക്കി, സംഭവങ്ങൾ അടിപൊളിയാക്കിയേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വണക്കം സാർ. ഓ